നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി പരിശോധിക്കാം. ഗൾഫിലെ നിക്ഷേപ സാധ്യതകൾ അനാവരണം ചെയ്തുകൊണ്ട് അബുദാബിയിൽ സംഘടിപ്പിച്ച ഇന്റർനാഷണൽ ബിസിനസ് വീക്ക് ശ്രദ്ധേയമായി. സൗദിയിലെ പുതിയ അവസരങ്ങൾ അറബ് ഡ്രീംസ് പ്രതിനിധികൾ അവതരിപ്പിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിക്ഷേപകർ ഗ്ലോബൽ സമ്മിറ്റിൽ പങ്കെടുത്തു. ഗൾഫ് രാജ്യങ്ങളിലെ പ്രത്യേകിച്ച് സൗദിയിലെ നിക്ഷേപ സാധ്യതകൾ വിശദമായി ചർച്ച ചെയ്യുന്ന വേദിയായിരുന്നു ഇന്റർനാഷണൽ ബിസിനസ് വീക്ക് ഗ്ലോബൽ സമ്മിറ്റ് 2025. അബുദാബി യാസ് ഐലൻഡിൽ നടന്ന പരിപാടിയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിക്ഷേപകരും സംരംഭകരും പങ്കെടുത്തു. സൗദിയിലെ സാധ്യതകളെക്കുറിച്ച് ബിസിനസ് സേവന രംഗത്തെ പ്രമുഖരായ അറബ് ഡ്രീംസ് മാനേജ്മെന്റ് കൺസൾട്ടൻസി പ്രതിനിധികൾ വിശദീകരിച്ചു. അറബ് ഡ്രീംസ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ സൽമാൻ ഗാംദി നിക്ഷേപകരുമായി സംവദിച്ചു. സൗദിയിലെ ലോകോത്തര പ്രോജക്റ്റുകളും ഫിഫ ലോകകപ്പ്, എക്സ്പോ തുടങ്ങിയവ മൂലമുണ്ടാകുന്ന നിക്ഷേപ സാധ്യതകളും അദ്ദേഹം അവതരിപ്പിച്ചു. സിംഗപ്പൂരിൽ നിന്നുള്ള പ്രമുഖ കമ്പനികൾ 350 മില്യൺ റിയാൽ സൗദിയിലെ വിവിധ പദ്ധതികളിൽ നിക്ഷേപിക്കാൻ അറബ് ഡ്രീംസുമായി ധാരണയായി. We are attending in the global summit 2025 in Abu Dhabi, hosted by International Business Week. I'm so excited to telling that we have partnered with Arab Dreams with the two Singaporean companies invest in Saudi Arabia with the 350 million real in aviation, logistics and also in industry. IBW ഡയറക്ടർ വിനീത് നമ്പ്യാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അബുദാബി ഫ്രീ സോൺ അതോറിറ്റി വൈസ് പ്രസിഡന്റ് വിൽസൺ ചാൻ, ദുബായ് ഫ്രീ സോൺ ചീഫ് കൊമേഴ്ഷ്യൽ ഓഫീസർ ജൂലിയ ടീംസ് തുടങ്ങിയവർ ആദ്യ സെഷനിൽ സംസാരിച്ചു. രണ്ടാമത്തെ സെഷനിൽ UAE AI സ്കെയിലപ്പ് ഫൗണ്ടർ സജിദ് അൻസാർ, സെഡ് പൈലറ്റ് ഉടമ എസ്തർ യവലിനോ തുടങ്ങിയവർ പങ്കെടുത്തു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. അമേരിക്കയിലെ ഇന്ത്യൻ വംശജരെ ക്രിമിനലുകൾക്കുള്ള പരിരക്ഷ പോലും നൽകാതെ നാടുകടത്തിയ സംഭവത്തിൽ റിയാദ് OICC പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. ബദ്ദഹയിൽ നടന്ന പരിപാടി NRK മുൻ ചെയർമാനും OICC ഭാരവാഹിയുമായ അയ്യൂബ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. സംഭവം ചരിത്രത്തിൽ ആദ്യമെന്നും രാജ്യത്തിന്റെ അഭിമാനത്തെ മോദി സർക്കാർ അടിയറവ് വെച്ചുവെന്നും ഉദ്ഘാടകൻ കുറ്റപ്പെടുത്തി. സൗദിയിലെ അനധികൃത താമസക്കാരെ മാന്യമായ രീതിയിൽ യാത്രാ വിമാനങ്ങൾ കയറ്റിയാണ് അതത് രാജ്യങ്ങളിലേക്ക് തിരിച്ചയച്ചതെന്ന് ഓർക്കണമെന്നും അയ്യൂബ് ഖാൻ പറഞ്ഞു. സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് സലീം കളക്കര അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറിമാരായ സുരേഷ് ശങ്കർ സ്വാഗതവും സക്കീർ ദാനത്ത് നന്ദിയും പറഞ്ഞു. ഭാരവാഹികളായ സജീർ പുന്തറ, അമീർ പട്ടണത്ത്, മാള മുഹീദ്ദീൻ ജോൺസൺ, നാദിർ ഷാ റഹിമാൻ, വിൻസെന്റ് തിരുവനന്തപുരം, ബഷീർ കോട്ടയം, ഹരീന്ദ്രൻ കണ്ണൂർ, ഉമർ ഷെരീഫ്, സിജോ വയനാട്, അൻസാർ വടശ്ശേരിക്കോണം, ജംഷീർ തുവ്വൂർ, സൈനുദ്ദീൻ പാലക്കാട് എന്നിവർ സംസാരിച്ചു. അഷ്റഫ് മേച്ചേരി, നാസർ മാവൂർ, മുസ്തഫ പാലക്കാട്, സഫീർ ബുർഹാൻ, അൻസാർ വർക്കല, സാദിഖ് വടപ്പുറം, അൻസാർ പാലക്കാട്, ഭദ്രൻ തിരുവനന്തപുരം, റിയാസ് തന്നൂർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് രാജിവെച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് രാജി. നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനിരിക്കെയാണ് നിർണായക നീക്കം. രാജിക്കത്തിൽ കേന്ദ്രത്തിന് മുന്നിൽ ബിരേൻ സിംഗ് അഭ്യർത്ഥനകൾ മുന്നോട്ട് വച്ചു. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചു. മണിപ്പൂരിലെ സംഘർഷഭരിതമായ ദിനങ്ങൾ. പ്രതിപക്ഷത്തിനൊപ്പം രാജിക്കായി ഭരണപക്ഷത്തിൽ നിന്നും ആവശ്യം. കലാപം തുടങ്ങി 1.5 വർഷത്തിന് പിന്നാലെ ഒടുവിൽ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗിന്റെ രാജി. ഡൽഹിയിലെത്തി കേന്ദ്രാഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് നീക്കം. BJP MP സംബിത് പത്ര, BJP സംസ്ഥാന അധ്യക്ഷ എ ശാരദാദേവി, 19 BJP MLA മാർ എന്നിവർക്കൊപ്പം രാജ്ഭവനിലെത്തിയാണ് രാജിക്കത്ത് സമർപ്പിച്ചത്. മണിപ്പൂരിലെ ജനങ്ങളെ സേവിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമെന്ന് രാജിക്കത്തിൽ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ്. മണിപ്പൂരിന്റെ പ്രാദേശിക സമഗ്രത നിലനിർത്തണം. നുഴഞ്ഞുകയറ്റം തടയുന്നതിനും അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നതിനുമുള്ള നയം രൂപീകരിക്കണം. മയക്കുമരുന്നിനും നാർക്കോ ഭീകരതയ്ക്കുമെതിരായ പോരാട്ടം തുടരണം. ബയോമെട്രിക് ഉപയോഗിച്ചുള്ള FMRന്റെ കർശനവും സുരക്ഷിതവുമായ പരിഷ്കരിച്ച സംവിധാനം തുടരണമെന്നീ നിർദ്ദേശങ്ങളും രാജിക്കത്തിൽ മുന്നോട്ട് വെച്ചു. മുഖ്യമന്ത്രിയുടെ രാജിക്ക് പിന്നാലെ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചേക്കും. മണിപ്പൂർ സംഘർഷത്തിൽ രാജ്യമൊട്ടാകെ രാജിക്കായി മുറവിളി ഉയർന്നപ്പോഴും പിടിച്ചുനിന്ന ബിരേൻ സിംഗാണ് ഒടുവിൽ പടിയിറങ്ങുന്നത്. രാജിക്കത്തിലും കേന്ദ്രത്തിന് മുന്നിൽ നിർദ്ദേശങ്ങൾ വച്ചാണ് എൻ ബിരേൻ സിംഗ് കളമൊഴിയുന്നത്. വിനീത VG, 24 ഡൽഹി. CPIM തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ സർക്കാരിനും പോലീസിനും പാർട്ടി നേതൃത്വത്തിനുമെതിരെ വിമർശനം. പാർട്ടി നേതൃത്വത്തിന് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനാകുന്നില്ല. നഷ്ടമായ ജനകീയ അടിത്തറ വീണ്ടെടുക്കണമെന്നും പ്രതിനിധികൾ. പരാതി പറയാനെത്തുന്ന CPIM നേതാക്കളെ പോലും പോലീസ് ഗൗനിക്കുന്നില്ല.
RSSകാർ സ്റ്റേഷനിലെത്തിയാൽ പോലീസ് ഉദ്യോഗസ്ഥർ കസേരയിട്ട് നൽകുന്നു. പാർട്ടി ഘടകങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും നികുതി നിരക്ക് കുറയ്ക്കാൻ തയ്യാറാകുന്നില്ലെന്നും വിമർശനം. സുരജ് സജി തൃശ്ശൂർ ചെയ്യുന്നു. സുരജ്, അടിത്തറ ഇളകുന്നുവെന്നും സർക്കാരിനും ആഭ്യന്തര വകുപ്പിനെതിരെ വിമർശനവും ഉയർന്നു. എന്തൊക്കെയാണ് വിശദാംശം? സുഹൈൽ, ഇന്ന് 18 കമ്മിറ്റികളുടെ പ്രതിനിധികളായിരുന്നു ഇന്ന് പൊതുചർച്ചയിൽ പങ്കെടുത്തത്. 17 ഏരിയ കമ്മിറ്റികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് 18 പേർ പൊതുചർച്ചയിൽ പങ്കെടുത്തു. അതിലാണ് പാർട്ടി നേതൃത്വത്തിനെതിരെയും സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനം ഉയർന്നിരിക്കുന്നത്. പാർട്ടി നേതൃത്വത്തിന് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനാകുന്നില്ല. നഷ്ടമായ ജനകീയ അടിത്തറ അത് വീണ്ടെടുക്കണം. ഇല്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിലടക്കം വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളതാണ് പൊതുചർച്ചയിൽ ഉയർന്ന വികാരം. ജനപ്രതിനിധികൾ പാർട്ടി ഭാരവാഹിത്വത്തിലേക്ക് എത്തുന്നതിൽ 2 നയമുണ്ട്. അതായത് എം വി ഗോവിന്ദനെ ഉദ്ദേശിച്ചാണ് ആ ഒളിയമ്പ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. അതായത് ഈ പാർട്ടി പദവിക്ക് പുറമെ ജനപ്രതിനിധികളായിരിക്കും പിന്നീട് പാർട്ടി പദവിയിലേക്കും ഇത്തരത്തിൽ എത്തുന്ന ആളുകളുണ്ട്. ഉന്നത കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നവർ പോലും ഇതിന് വിരുദ്ധമായി ഭാരവാഹിത്വത്തിൽ തുടരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ പോലീസിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉയർത്തിയത്. ഈ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ പോയാൽ നേതാക്കളെ പോലും ഗൗനിക്കുന്നില്ല. RSSകാർ സ്റ്റേഷനിലെത്തിയാൽ അവർക്ക് കസേരയിട്ട് നൽകുന്നു. CPM പ്രവർത്തകർക്ക് സ്റ്റേഷനിൽ ഒരു വിലയുമില്ലാത്ത സാഹചര്യമാണുള്ളത്. ഈ സ്റ്റേഷനുകളിൽ ഭരണം നടത്തുന്നത് ചില പാർട്ടി നേതാക്കളുടെ കങ്കാണിമാരാണെന്നും പൊതുവായി വിമർശനം ഉയർന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ പോലീസ് തീർത്തും മർദ്ദനോപാധിയായി എന്നുള്ളതാണ് ഈ പൊതുവിൽ ഈ ചർച്ചയിൽ ഉയർന്ന വികാരം. കുന്നംകുളം ഏരിയ കമ്മിറ്റിയായിരുന്നു ഇത് സംബന്ധിച്ചുള്ള വിമർശനം ഉയർത്തിയത്. അതോടൊപ്പം തന്നെ മന്ത്രിമാർക്കും രൂക്ഷ വിമർശനം ഉയർന്നു. നികുതി കുറക്കണം തുടങ്ങിയ കാര്യങ്ങളടക്കം നേരത്തെയും ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അതിലൊന്നും ഒരു നടപടിക്കും മന്ത്രിമാർ തയ്യാറായില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി നേരിട്ടപ്പോൾ മാത്രമാണ് ധനമന്ത്രിക്ക് ഈ കാര്യങ്ങളിൽ വ്യക്തത വന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ വനനിയമ ഭേദഗതി നടപ്പിലാക്കാൻ ശ്രമിച്ചത് തെറ്റായിപ്പോയി. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കരുതായിരുന്നു എന്ന വിമർശനവും ഉയർന്നു. അതോടൊപ്പം തന്നെ മുൻ LDF കൺവീനറായിട്ടുള്ള EP ജയരാജനെതിരെയും രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. അതിലേക്ക് നയിച്ചത് MV ഗോവിന്ദന്റെ പ്രസ്താവനയായിരുന്നു. അദ്ദേഹം ഇന്ന് പ്രതിനിധികളോട് സംസാരിക്കുന്ന സമയത്ത് പാർട്ടി നേതൃത്വത്തിലുള്ളവർ ഓരോ കാര്യങ്ങളിലും ധാർമ്മികതയും മെറിറ്റും നോക്കണം എന്ന് പറഞ്ഞിരുന്നു. EP ജയരാജൻ BJP നേതാവ് ദേശീയ വക്താവിനെ കണ്ട സമയത്ത് ഈ ധാർമ്മികത പാലിച്ചിട്ടുണ്ടായിരുന്നു എന്ന വിമർശനമാണ് ഉയർന്നത്. സുഹൈൽ, സൂരജാണ് വാർത്തയുടെ വിശദാംശങ്ങൾ. പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി അനന്തുകൃഷ്ണൻ രാഷ്ട്രീയ നേതാക്കളുടെ പൊളിറ്റിക്കൽ ഫണ്ടറായിരുന്നു എന്നതിന്റെ തെളിവുകൾ പുറത്ത്. മൂവാറ്റുപുഴയിലെ ഓഫീസിൽ നിന്ന് പോലീസ് കണ്ടെത്തിയ ഡയറികളിലാണ് പ്രതി രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് നൽകിയ പണത്തിന്റെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്ക് 25 ലക്ഷം രൂപ നൽകിയതിന്റെ തെളിവുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതി അനന്തുകൃഷ്ണനുമായി പോലീസ് നടത്തിയ പരിശോധനയിലാണ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് പണം കൈമാറിയതിന്റെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഡയറി കണ്ടെത്തിയത്. പ്രതിയുടെ ഐപാഡിൽ നിന്ന് കൂടുതൽ സംഭാവനയുടെ ഡിജിറ്റൽ വിവരങ്ങൾ ഉൾപ്പെടെ പോലീസിന് ലഭിച്ചു. പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്ക് 25 ലക്ഷം രൂപ നൽകിയതിന്റെ തെളിവുകൾ ഐപാഡിൽ നിന്നും കണ്ടെത്തിയെന്നാണ് വിവരം. പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾക്ക് ലക്ഷങ്ങൾ നൽകിയതിന്റെ കണക്കുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. നേതാക്കളുടെ പേര് വിവരങ്ങൾ തെളിവായി ലഭിച്ചതോടെ ഒരു വിവരങ്ങളും പുറത്തു പോകരുതെന്ന കർശന നിർദ്ദേശമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ കേസിൽ കൂട്ടുപ്രതികളാകുമെന്ന ഭീതിയാണ് ഇത്തരമൊരു നിർദ്ദേശത്തിന് പിന്നിലെന്നാണ് സൂചന. രാഷ്ട്രീയക്കാർക്ക് പുറമെ പോലീസ് ഉദ്യോഗസ്ഥർക്കും പണം നൽകിയതിന്റെ വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ കേസുകൾ ഉണ്ടായപ്പോൾ അനന്തുകൃഷ്ണൻ രക്ഷപ്പെട്ടത് ഈ ബന്ധങ്ങൾ ഉപയോഗിച്ചാണെന്നതും അന്വേഷണ സംഘം ഉറപ്പിക്കുന്നു. 2019 കൂൺ കൃഷി തട്ടിപ്പിലൂടെ തുടങ്ങിയ പ്രതിയുടെ തട്ടിപ്പ് ശൃംഖലയ്ക്കാണ് താൽക്കാലികമായി പിടിവീണിരിക്കുന്നത്. തട്ടിപ്പ് പണത്തിന്റെ വീതം വെക്കലിൽ ഉന്നത രാഷ്ട്രീയ നേതാക്കൾക്കും ജനപ്രതിനിധികൾക്കുമടക്കം കൈക്കൂലിയായി പണം കിട്ടിയിട്ടുണ്ടെന്ന വിവരമാണ് പോലീസിന് അന്വേഷണത്തിൽ കണ്ടെത്താനായത്. ഈ വിവരം പുറത്തു വന്നതോടെ അന്വേഷണ സംഘവും പ്രതിസന്ധിയിലാണ്. അനന്തുകൃഷ്ണന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പ് പണത്തിന്റെ വീതം കൈപ്പറ്റിയ രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ പുറത്തു വരുമോ എന്നത് കാത്തിരുന്നു തന്നെ കാണണം. എസ് ശ്യാംകുമാർ, 24, കൊച്ചി. പാതിവില തട്ടിപ്പിൽ റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരും പ്രതി. സന്നദ്ധ സംഘടന നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. അനന്തുകൃഷ്ണനുമായി ബന്ധമില്ലെന്ന് CN രാമചന്ദ്രൻ നായർ പ്രതികരിച്ചു. കേസിലെ പ്രതി അനന്തുകൃഷ്ണനെ കൊച്ചിയിലെത്തിച്ച് തെളിവെടുത്തു. ഇടപാടുകൾ സായി ഗ്രാമീൺ ഡയറക്ടർ K ആനന്ദ്കുമാറിന് നേരിട്ട് ബന്ധമെന്ന് അനന്തുകൃഷ്ണൻ പറഞ്ഞു. സന്നദ്ധ സംഘടനയുടെ പരാതിയിൽ 3ാം പ്രതിയാണ് റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. അനന്തുകൃഷ്ണനുമായി ബന്ധമില്ലെന്നും സായി ഗ്രാമം ഡയറക്ടർ ആനന്ദ് കുമാറിനെ പരിചയമുണ്ടെന്നും റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പ്രതികരിച്ചു. എനിക്കെതിരെ പരാതി കൊടുത്തവർക്ക് എന്നെ അറിയില്ല, എനിക്ക് അവരെ അറിയില്ല. അയാളെ ഞാൻ ഉള്ള 2 മീറ്റിങ്ങിൽ സ്വാഗതം ആശംസിച്ചിട്ടുണ്ടോന്നല്ലാതെ എനിക്ക് വ്യക്തിപരമായിട്ട് ആളെ പോലും അറിയാൻ മേല. അനന്തുകുമാറോട് അറിയാം. അനന്തുകുമാർ പറഞ്ഞാൽ എന്നെ ഈ ഇതിലെ അഡ്വൈസറാക്കി തന്നു ആദ്യകാലത്ത്. പ്രതി അനന്തുകൃഷ്ണനുമായുള്ള തെളിവെടുപ്പ് അന്വേഷണ സംഘം പൂർത്തിയാക്കി. നാഷണൽ NGOs കോൺഫെഡറേഷന്റെ പൊന്നിരുന്നി ഓഫീസ്, തമ്മനത്തും മറൈൻ ഡ്രൈവിലുമുള്ള അനന്തുവിന്റെ ഫ്ളാറ്റുകൾ,
കടവന്ത്രയിലെ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്നിവിടങ്ങളിലായിരുന്നു തെളിവെടുപ്പ്. തട്ടിപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ പോലീസ് പിടിച്ചെടുത്തു. KN ആനന്ദകുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് പല ഇടപാടുകളും നടത്തിയതെന്ന് അനന്തു കൃഷ്ണൻ. രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം നൽകി. BJP നേതാവ് AN രാധാകൃഷ്ണന് പണം നൽകിയിട്ടില്ലെന്നും മൊഴിയെടുപ്പിനിടെ അനന്തു കൃഷ്ണൻ. രാധാകൃഷ്ണൻ ജി സൈൻ എന്ന് പറയുന്ന സംഘടന ഇതിന്റെ ഇംപ്ലിമെന്റിംഗ് ഏജൻസി മാത്രമാണ്. അദ്ദേഹം ഇതിൽ നിന്ന് യാതൊരുവിധ പൈസയും മേടിച്ചിട്ടില്ല. അദ്ദേഹം ആനന്ദകുമാർ സാർ പറഞ്ഞതിനനുസരിച്ച് വന്നയാൾ മാത്രമാണ്. അനന്തകൃഷ്ണന്റെ കളമശ്ശേരിയിലെ ഓഫീസ് പോലീസ് പൂട്ടി സീൽ ചെയ്തു. അനന്തകൃഷ്ണന്റെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. 24 കൊച്ചി. പാതിവില തട്ടിപ്പിൽ മുൻ ചീഫ് സെക്രട്ടറി KM എബ്രഹാമിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ്. കേസുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചപ്പോൾ അനന്തകൃഷ്ണനെ മുൻ ചീഫ് സെക്രട്ടറി KM എബ്രഹാം സഹായിച്ചുവെന്നാണ് ആരോപണം. തട്ടിപ്പിൽ പ്രത്യേക അന്വേഷണ പ്രഖ്യാപനം ഉടനുണ്ടാകും. KM എബ്രഹാമിന്റെ ബന്ധുവായ ബേബിയാണ് പൊന്നൂരിലുള്ള NGO കോൺഫെഡറേഷന്റെ ഓഫീസ് കൈകാര്യം ചെയ്യുന്നത്. അനന്തകൃഷ്ണൻ നവകേരള സദസ്സിന് 7 ലക്ഷം രൂപ സംഭാവന നൽകിയെന്നും ലാലി വിൻസെന്റ് ആരോപിച്ചു. ഒക്ടോബർ 3 ഫ്രീസ് ചെയ്ത അക്കൗണ്ടിൽ ഈ ജനുവരി 31 അനന്തകൃഷ്ണനെ അറസ്റ്റ് ചെയ്യുന്നത് വരെ ഒരു FIR ഇല്ലാതിരുന്നത്. ഈ KM എബ്രഹാമിന്റെ ബന്ധു ബേബിയാണ് ഇവരുടെ പൊന്നുരന്തിയിലുള്ള NGO കോൺഫെഡറേഷന്റെ ഓഫീസ് കൈകാര്യം ചെയ്യുന്ന വ്യക്തി. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ 7ാം പ്രതിയാണ് ലാലി വിൻസെന്റ്. അവർക്ക് 46 ലക്ഷം രൂപയോളം കൊടുത്തതായി അനന്തകൃഷ്ണൻ മൊഴി നൽകിയിരുന്നു. എന്നാൽ ഇത് അഭിഭാഷക ഫീസാണെന്നായിരുന്നു ലാലിയുടെ വിശദീകരണം. ഇതിന് പിന്നാലെയാണ് വെളിപ്പെടുത്തൽ. അനന്തകൃഷ്ണനുമായി ബന്ധമുണ്ടെന്ന് വ്യക്തമായ BJP നേതാവ് AN രാധാകൃഷ്ണനെതിരെ കേസെടുക്കാത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതുകൊണ്ടെന്ന് സന്ദീപ് വാര്യറും ആരോപിച്ചു. AN രാധാകൃഷ്ണനെതിരെ കേസെടുക്കരുത്, AN രാധാകൃഷ്ണന്റെ സംഘടനയ്ക്കെതിരെ നടപടിയെടുക്കരുത് എന്നൊരു നിർദ്ദേശം മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് കിട്ടിയതുകൊണ്ടാണ് BJP നേതാക്കന്മാർക്കെതിരെ മാത്രം ഇതിൽ യാതൊരു നടപടി ഉണ്ടാകാത്തത്. അതേസമയം പാതിവില തട്ടിപ്പിനെ കുറിച്ച് മാസങ്ങൾക്ക് മുമ്പ് സ്പെഷ്യൽ ബ്രാഞ്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നതായാണ് വിവരം. CSR ഫണ്ടിന്റെ പേരിൽ വ്യാപക പണപ്പിരിവ് നടക്കുന്നുവെന്നാണ് 2024 ജൂലൈയിൽ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയത്. വിശദ അന്വേഷണം നടത്തിയില്ലെങ്കിൽ കൂടുതൽ പേരുടെ പണം നഷ്ടമാകുമെന്നായിരുന്നു മുന്നറിയിപ്പ്. സംസ്ഥാന വ്യാപക തട്ടിപ്പിൽ നാളെ ക്രൈംബ്രാഞ്ചിന് കൈമാറി ഉത്തരവിറങ്ങിയേക്കും. ക്രൈംബ്രാഞ്ച് ക്രമസമാധാന വിഭാഗം ADGPമാർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ക്രൈംബ്രാഞ്ച് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന് കേസ് കൈമാറേണ്ടെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. 24 തിരുവനന്തപുരം. വടക്കൻ കേരളത്തിൽ പാതിവില തട്ടിപ്പിൽ വ്യാപക പരാതികൾ. കണ്ണൂർ ജില്ലയിൽ മാത്രം പരാതികളുടെ എണ്ണം 2800 കടന്നു. വയനാട്ടിൽ നടന്ന 20 കോടി രൂപയുടെ തട്ടിപ്പ്. ആനന്ദ്കുമാർ വഴിയാണ് NGO കോൺഫെഡറേഷനുമായി ബന്ധമെന്ന് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം ഭാരവാഹി ഗിരീഷ് കുമാർ 24നോട് പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ ജനശ്രീ മിഷൻ വഴി തട്ടിപ്പ് നടത്തിയെന്നാരോപിച്ച കോൺഗ്രസ് നേതാവിനെതിരെയും പരാതി ഉയർന്നു. കാസർഗോഡ് ജില്ലയിൽ തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. കണ്ണൂരിലെ മയിൽ പോലീസ് സ്റ്റേഷനിൽ മാത്രം ലഭിച്ചത് 644 പരാതികൾ. സീഡ് സൊസൈറ്റികൾ രൂപീകരിച്ചായിരുന്നു ജില്ലയിലെ ഭൂരിഭാഗം തട്ടിപ്പും. ജില്ലയിലെ സീഡ് സൊസൈറ്റി കോർഡിനേറ്റർമാർക്കെതിരെയും പോലീസ് കേസെടുത്തു. നാഷണൽ NGO കോൺഫെഡറേഷൻ വഴി ഫെസിലിറ്റേറ്റിംഗ് ചാർജ് ഇനത്തിലും പണം പിരിച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തി. പ്രതി അനന്തകൃഷ്ണനും KN ആനന്ദകുമാറും വഞ്ചിച്ചെന്ന് ചൂണ്ടിക്കാട്ടി വയനാട്ടിലും പരാതി പ്രവാഹം. ജില്ലയിൽ 2000-ഓളം ആളുകളിൽ നിന്നായി 20 കോടി തട്ടിയെടുത്തെന്നാണ് പ്രാഥമിക നിഗമനം. ഇതുവരെ 366 പരാതികൾ ബത്തേരി, കൽപ്പറ്റ, മാനന്തവാടി, കമ്പളക്കാട് തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളായി ലഭിച്ചു. പാലക്കാട്, കൊല്ലങ്കോട് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം വഴിയാണ് തട്ടിപ്പ് നടന്നത്. ആനന്ദ്കുമാർ വഴിയാണ് NGO കോൺഫെഡറേഷനുമായി ബന്ധമെന്നും ആർക്കും പണം നഷ്ടമാവില്ലെന്നും നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം ഭാരവാഹി ഗിരീഷ് കുമാർ 24നോട്. നാഷണൽ NGO കോൺഫെഡറേഷൻ ആദ്യമായിട്ട് ഞങ്ങളെ കൊണ്ടുവന്നത് KN ആനന്ദ്കുമാർ സാറാണ്. അദ്ദേഹത്തിനെ കണ്ടുകൊണ്ടാണ് എന്നെപ്പോലെയുള്ള ഞങ്ങളെപ്പോലുള്ള ജില്ലയിലെയും സംസ്ഥാനത്തിലെ പല ഇംപ്ലിമെൻ്റ് ഏജൻസികളും NGO കോൺഫെഡറേഷൻ ജോയിൻ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചത്. അദ്ദേഹത്തിനെ വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇതിൽ വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം നടത്തി ഗുണഭോക്താക്കൾക്ക് വേണ്ട സഹായങ്ങൾ നൽകിയത്. കോഴിക്കോട് ജനശ്രീ മിഷൻ വഴി തട്ടിപ്പ് നടന്നതായി ചൂണ്ടിക്കാട്ടി ബാലുശ്ശേരി സ്വദേശിനി പരാതി നൽകി. ജനശ്രീ മിഷൻ കോട്ടൂർ മണ്ഡലം ചെയർമാനും കോൺഗ്രസ് നേതാവുമായ മുഹമ്മദ് അലി കുട്ടുമാവുള്ളതിനെതിരെയാണ് പരാതി. കാസർഗോഡ് കുമ്പടാജി പഞ്ചായത്തിലെ മൈത്രി വായനശാല കേന്ദ്രീകരിച്ച് നടന്ന തട്ടിപ്പിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. 33 ലക്ഷം രൂപയാണ് അനന്തകൃഷ്ണന്റെ പ്രൊഫഷണൽ ഇന്നൊവേഷൻ സർവീസസ്, ഗ്രാസ് റൂട്ട് ഇമ്പാക്ട് ഫൗണ്ടേഷൻ എന്നീ സംഘടനകളുടെ അക്കൗണ്ടിലേക്ക് വായനശാലയുടെ അക്കൗണ്ട് വഴി കൈമാറ്റം ചെയ്യപ്പെട്ടത്. അതിനിടെ തട്ടിപ്പിനിരയായവർ വടക്കൻ പറവൂർ കോടതി പരിസരത്തും വയനാട് കൽപ്പറ്റയിലും ഒത്തുചേർന്നു. തട്ടിപ്പിനെതിരെ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കാനാണ് പരാതിക്കാരുടെ നീക്കം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കാസർഗോഡ്. ഗൾഫ് ഫോക്കസ് തുടരുന്നു. ഓസ്ട്രേലിയയിലെ പുരോഗമന സാംസ്കാരിക സംഘടനയായ സമത ഓസ്ട്രേലിയയുടെ പ്രഥമ സമ്മേളനം ഫെബ്രുവരി 16 ഞായറാഴ്ച
മെൽബണിലെ ഗ്ലെൻ വേവർലി കമ്മ്യൂണിറ്റി സെന്ററിൽ നടക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി MT വാസുദേവൻ നായർ, P ജയചന്ദ്രൻ എന്നിവരുടെ അനുസ്മരണവും ഗാനാഞ്ജലിയും നടക്കും. പരിപാടിയിലേക്ക് എല്ലാ ഓസ്ട്രേലിയൻ മലയാളികളെയും സ്വാഗതം ചെയ്യുന്നതായി സംഘടനാ പ്രതിനിധികൾ അറിയിച്ചു. തിരുപ്പതി ലഡു വിവാദത്തിൽ 4 പേരെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. ലഡു നിർമ്മാണത്തിലുള്ള നെയ് വിതരണം ചെയ്ത തമിഴ്നാട് ദിണ്ടിഗലിലെ എയർ ഡയറി ഡയറക്ടർ രാജശേഖരൻ അടക്കം നെയ് വിതരണം ചെയ്ത 3 കമ്പനി മേധാവികളും അറസ്റ്റിലായി. നിലവാരം കുറഞ്ഞ നെയ് നൽകിയതിനാണ് അറസ്റ്റ് എന്നാണ് സൂചന. പാലക്കാട് എലപ്പുള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാല നിർമ്മാണത്തെ എതിർക്കുന്ന കൃഷിവകുപ്പ് റിപ്പോർട്ട് പുറത്ത്. ഭൂമി തരം മാറ്റാനുള്ള അപേക്ഷ റവന്യൂ വകുപ്പ് നിരസിച്ചത് കൃഷിവകുപ്പിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ്. ഭൂമി ഇപ്പോഴും കൃഷിക്ക് അനുയോജ്യമാണെന്നാണ് കൃഷി ഓഫീസറുടെ കണ്ടെത്തൽ. 24 എക്സ്ക്ലൂസീവ്. വൻകിട മദ്യനിർമ്മാണശാലയ്ക്കായി ഭൂമി തരം മാറ്റാനുള്ള അപേക്ഷ റവന്യൂ വകുപ്പ് നിരസിച്ചത് കൃഷി വകുപ്പിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ്. ഈ റിപ്പോർട്ടാണ് പുറത്തു വന്നത്. ഡാറ്റാ ബാങ്കിൽ നിന്ന് പദ്ധതി പ്രദേശത്തെ ഒഴിവാക്കണമെന്ന അപേക്ഷ 5 മാസം മുൻപ് തന്നെ കൃഷി വകുപ്പ് തള്ളി. 2008 വരെ ഈ ഭൂമിയിൽ കൃഷി ഉണ്ടായിരുന്നു. ഇപ്പോൾ തരിശു കിടക്കുകയാണ്. എന്നാൽ കൃഷിക്ക് അനുയോജ്യമായ ഭൂമി തന്നെയാണ്. ഈ സാഹചര്യത്തിൽ ഭൂമി തരം മാറ്റി നൽകരുത് എന്ന് എലപ്പുള്ളി കൃഷി ഓഫീസർ റിപ്പോർട്ട് നൽകി. 2024 ഓഗസ്റ്റ് 29-നാണ് എലപ്പുള്ളി കൃഷി ഓഫീസർ RDOയ്ക്ക് റിപ്പോർട്ട് നൽകിയത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഭൂമി തരം മാറ്റാനുള്ള ഒയാസിസ് കമ്പനിയുടെ അപേക്ഷ പാലക്കാട് RDO തള്ളിയതിനൊപ്പം അനധികൃത നിർമ്മാണം നടക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ കൃഷിവകുപ്പിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്നാണ് CPIM ആവർത്തിക്കുന്നത്. CPI ഭരിക്കുന്ന 2 വകുപ്പുകളിൽ നിന്നുള്ള എതിർപ്പ് ഉഭയകക്ഷി ചർച്ചകളിലൂടെ പരിഹരിക്കാനാകുമെന്നാണ് CPM കരുതുന്നതും. എല്ലപ്പുള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാലയ്ക്കെതിരെയുള്ള CPIയുടെ എതിർപ്പ് കൂടുതൽ പരസ്യമാവുകയാണ്. റവന്യൂ വകുപ്പിന് പിന്നാലെ കൃഷി വകുപ്പിന്റെ എതിർപ്പും പുറത്തു വന്നു കഴിഞ്ഞു. ഇനി 19-ന് നടക്കുന്ന LDF യോഗം നിർണായകമാണ്. അതേസമയം നിയമങ്ങൾ പാലിച്ചു മാത്രമേ മുന്നോട്ട് പോകൂ എന്ന CPM നേതാക്കൾ നിരന്തരം ആവർത്തിക്കുമ്പോൾ ഈ 2 എതിർപ്പും എങ്ങനെ മറികടക്കും എന്ന ചോദ്യവും നിർണായകമാണ്. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. പോലീസ് ഉദ്യോഗസ്ഥരെ വെല്ലുവിളിച്ച് CPIM വയനാട് ജില്ലാ സെക്രട്ടറി K റഫീഖ്. പനപുരം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെ പേരെടുത്ത് പറഞ്ഞാണ് വെല്ലുവിളി. CA അഷ്റഫിന് തിരിച്ചടി കിട്ടുമെന്നാണ് പ്രസംഗത്തിൽ പറയുന്നത്. JDS അംഗം ബെന്നി ചെറിയാൻ മുന്നണി മാറിയതോടെ പനമരം ഗ്രാമപഞ്ചായത്ത് ഭരണം LDFന് നഷ്ടമായിരുന്നു. തുടർന്നുണ്ടായ സംഘർഷത്തിൽ ബെന്നി ചെറിയാന് പരിക്കേൽക്കുകയും വിഷയത്തിൽ CPIM നേതാക്കൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. സംഭവത്തിൽ CPIM നേതാക്കൾക്കെതിരെ പോലീസ് കള്ളക്കേസ് എടുക്കുന്നു എന്നാരോപിച്ച് CPIM സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു ജില്ലാ സെക്രട്ടറിയുടെ പരാമർശം. CI അഷ്റഫ്, മറ്റു പോലീസ് ഉദ്യോഗസ്ഥരായ അനൂപ്, സുനിൽ എന്നിവർക്കെതിരെയാണ് ഭീഷണി. കാര്യങ്ങൾ അത്തരത്തിൽ കൂട്ടുനിന്ന അഷ്റഫിന് അതിന്റെ തിരിച്ചടി തീർച്ചയായും അനുഭവിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് അനുഭവിക്കുന്ന ഘട്ടമാണ് എന്ന് വരാനിരിക്കുന്ന ഘട്ടം അഷ്റഫിനെ സംബന്ധിച്ച് യാതൊരു സംശയവുമില്ല. ഈ അനൂപിനും അതുപോലെ തന്നെ സുനിലിനും ഒക്കെ സൂക്കേട് തുടങ്ങിയിട്ട് കുറച്ച് കാലമായെങ്കിൽ ആ സൂക്കേട് ഞങ്ങൾ തീർത്തിരിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്നാൽ സർക്കാരിന്റെ നയങ്ങൾക്ക് വിരുദ്ധമായി നിലപാട് സ്വീകരിക്കുന്ന പോലീസുകാർക്കെതിരെയാണ് തന്റെ താക്കീതെന്ന് K റഫീഖ് വിശദീകരിച്ചു. 24 വയനാട്. ആലപ്പുഴയിൽ മദ്യപിച്ച് വാഹനമോടിച്ച DYSP പിടിയിൽ. സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ DYSP V അനിൽകുമാറാണ് പിടിയിലായത്. അരൂർ പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. ചന്ദ്രൂർ ദേശീയപാതയിൽ പോലീസിന്റെ പതിവ് വാഹന പരിശോധനയ്ക്കിടെയാണ് അറസ്റ്റ്. വടകര ഹരിത കുരിഞ്ഞാലിയോടിന്റെ 30ാം വാർഷികവും ശ്രീഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഗോകുലം ഗോപാൽ നിർമ്മിച്ചു നൽകിയ കൊളക്കാട് കൃഷ്ണൻ സ്മാരക ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കെട്ടിട ഉദ്ഘാടനവും നടന്നു. ശ്രീഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഗോകുലം ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. മുൻ മന്ത്രി CK നാണു അനുസ്മരണ പ്രഭാഷണം നടത്തി. മനയത്ത് ചന്ദ്രൻ അനുമോദന പ്രസംഗം നടത്തി. തുടർന്ന് കലാസന്ധ്യ അരങ്ങേറി. തിരുവനന്തപുരം വെള്ളറട കിളിയൂരിൽ മകൻ അച്ഛനെ കൊലപ്പെടുത്തിയ കേസിൽ നിർണായക വെളിപ്പെടുത്തലുമായി അമ്മ. 7 വർഷത്തിലധികമായി മകൻ പ്രജിനെ ഭയന്നാണ് താനും ഭർത്താവും ജീവിച്ചിരുന്നെന്ന് അമ്മ സുഷമ. അച്ഛന്റെ കൊലയ്ക്ക് പിന്നിൽ ദുർമന്ത്രവാദം സംശയിക്കുന്നതായും അമ്മ പറയും. ഈ മാസം 5-നാണ് വെള്ളറട സ്വദേശി ജോസിനെ മകൻ പ്രജിൻ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. സ്വതന്ത്രമായി ജീവിക്കാൻ വീട്ടുകാർ അനുവദിക്കുന്നില്ല എന്നാണ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയ പ്രജിൻ പോലീസിനോട് പറഞ്ഞത്. ചൈനയിൽ മെഡിസിന് പഠിക്കുകയായിരുന്നു പ്രജിൻ. കോവിഡ് സമയത്താണ് നാട്ടിൽ തിരിച്ചെത്തിയത്. അമ്മയെയും അച്ഛനെയും സ്ഥിരമായി ഇയാൾ മർദ്ദിക്കുമായിരുന്നു. ഇടയ്ക്ക് കൊച്ചിയിൽ സിനിമാ പഠനത്തിന് പോയി. കൊച്ചിയിൽ നിന്നും സിനിമാ പഠനം കഴിഞ്ഞെത്തിയ ശേഷമാണ് പ്രജിനിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. മുറിയിൽ നിന്നും ഓംകാരമന്ത്രം പോലുള്ള ശബ്ദം കേൾക്കുമായിരുന്നു. മുറിക്കുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് അറിഞ്ഞിരുന്നില്ലെന്നും അമ്മ പറയുന്നു. പഠിക്കാൻ പോണതിന് മുമ്പ് ഒരു കുഴപ്പമില്ലായിരുന്നു.
അതിനുശേഷം തന്നെ മുറി പൂട്ടിയിട്ടേ പ്രജിൻ പുറത്തിറങ്ങാറുള്ളൂ. മുറിയിലേക്ക് ആരെയും കയറ്റിയിരുന്നില്ല. മകൻ പുറത്തിറങ്ങിയാൽ തനിക്ക് ഭയമാണെന്നും അടുത്തത് താനോ മകളോ ആയിരിക്കും ഇരയെന്നും അമ്മ പറയുന്നു. മകന്റെ മുറിയിൽ ദുർമന്ത്രവാദമുണ്ടെന്ന് സംശയിക്കുന്ന പലതും കണ്ടെത്തിയിട്ടുണ്ട്. വവ്വാലിന്റെ ചിത്രമുള്ള ആയുധം, നൂറുകണക്കിന് ഉപയോഗിക്കാത്ത സിഗരറ്റ് പാക്കറ്റുകൾ, മൂലയ്ക്ക് കൂട്ടിയിട്ട നിലയിൽ മുടികളും കണ്ടെത്തി. കൊലപാതകത്തിൽ ദുർമന്ത്രവാദം പ്രേരണയായോ എന്ന് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. 24 തിരുവനന്തപുരം. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. നന്ദി, ശുഭരാത്രി.